നമ്മൾക്ക് 4 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇ-കൊമേഴ്സ് ഫ്രെയിംവർക്കുകളെ പറ്റി നമുക്ക് നോക്കാം. ഇ-കൊമേഴ്സ് ഫ്രെയിംവർക്കുകളെ പറ്റി നിങ്ങൾ അറിഞ്ഞിരുന്നാൽ ഓൺലൈൻ വഴി സെല്ല് ചെയ്യാൻ ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാവും. അപ്പോൾ 4 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്രെയിംവർക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേതാണ് ഡയറക്റ്റ് ടു കൺസ്യൂമർ അല്ലെങ്കിൽ ബ്രാൻഡഡ് ഇ-കൊമേഴ്സ് എന്ന് പറയാം. ഡയറക്റ്റ് ടു കൺസ്യൂമർ ബിസിനസ്, ഓൺലൈൻ ബിസിനസ്. ഡയറക്റ്റ് കൺസ്യൂമറിൽ വരുമ്പോൾ നോർമൽ കേസിൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുന്നു, നിങ്ങൾ സ്വന്തമായിട്ടൊരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നു, ആ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റിനെ നേരിട്ട് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നതിനെ നമുക്ക് ഡയറക്റ്റ് ടു കൺസ്യൂമർ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഡയറക്റ്റ് ടു കൺസ്യൂമർ ബ്രാൻഡ് എന്നൊക്കെ നമുക്ക് പറയാം. ഇവിടെ ചിലപ്പോൾ നിങ്ങളൊരു വൈറ്റ് ലേബിൾ പ്രൊഡക്റ്റ് ആവാം, നിങ്ങൾ തന്നെ മാനുഫാക്ചർ ചെയ്ത പ്രൊഡക്റ്റ് ആവാം, അതല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും കളക്ട് ചെയ്തിട്ട് നിങ്ങളുടെ പ്ലാറ്റ്ഫോം വഴി സെല്ല് ചെയ്യുന്നതാവാം. ഏതായാലും ഇതിനെ ഡയറക്റ്റ് ടു കൺസ്യൂമർ ഇ-കൊമേഴ്സ് എന്നാണ് പറയാറ്, അല്ലെങ്കിൽ D2C ബ്രാൻഡ് എന്നും പറയും. ഇപ്പോൾ മാമയർത്തൊക്കെ അല്ലെങ്കിൽ ബോട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡ്, ഇവയൊക്കെ ഡയറക്റ്റ് ടു കൺസ്യൂമർ ബ്രാൻഡാണ്. ഇവിടെ D2C ബ്രാൻഡിൽ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ മാർക്കറ്റിങ്ങിനും ലോജിസ്റ്റിക്സിനും ഇനീഷ്യൽ ഫേസിൽ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. കാരണം നിങ്ങളുടെ പ്രൊഡക്റ്റിനെ ആദ്യം ഓൺലൈൻ വഴി പല രീതിയിൽ മാർക്കറ്റ് ചെയ്തിട്ട് പബ്ലിക്കിലേക്ക് എത്തിക്കണം. അപ്പോൾ ഇനിഷ്യൽ ഫേസിൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ലോജിസ്റ്റിക്സ് പാർട്ടിലും മാർക്കറ്റിംഗ് പാർട്ടിലും കൂടുതലായിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. രണ്ടാമത്തേത് മാർക്കറ്റ് പ്ലേസുകളാണ്. മാർക്കറ്റ് പ്ലേസിനെ പറ്റി ഓൾറെഡി നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് പ്ലേസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ തന്നെ പ്രൊഡക്റ്റ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്തെടുക്കുന്ന പ്രൊഡക്റ്റ് മാർക്കറ്റ് പ്ലേസിൽ കൂടി, അതായത് ഫ്ലിപ്കാർട്ട്, ആമസോൺ, മീഷോ പോലുള്ള തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോമുകളിൽ കൂടി നിങ്ങൾ സെല്ല് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി എക്സ്പെൻസ് കുറവായിരിക്കും. മാർക്കറ്റിംഗ് പാർട്ടും ലോജിസ്റ്റിക്സ് പാർട്ടും എല്ലാം തന്നെ ആ തേർഡ് പാർട്ടി കമ്പനി ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇവിടെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഹൈ കോമ്പറ്റീഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ട്രാഫിക്, അതായത് നിങ്ങളുടെ ആ സൈറ്റിലേക്കുള്ള ട്രാഫിക് കൊണ്ടുവരാനൊന്നും നിങ്ങൾ കൂടുതൽ വർക്ക് ചെയ്യേണ്ടതായിട്ടില്ല. ആ പ്ലാറ്റ്ഫോം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ ആൾക്കാരെ ആ പ്ലാറ്റ്ഫോമുകളിലേക്ക് കൊണ്ടുവരും. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്ത് ചെയ്താൽ മതി, പ്രോപ്പറായിട്ട് ആ സൈറ്റിനുള്ളിൽ മാർക്കറ്റ് ചെയ്താൽ മതിയാവും. അത് നോർമലി ഒരു ഇ-കൊമേഴ്സിൻ്റെ ഒരു D2C ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ അത്രയും എക്സ്പെൻസ് ഉണ്ടാകത്തില്ല. പക്ഷേ പ്രോഫിറ്റ് വളരെ മിനിമലായിരിക്കും. ചില സമയം നമുക്ക് ലോസും ഉണ്ടാവാനുള്ള സാധ്യത ഈ മാർക്കറ്റ് പ്ലേസ് മോഡലിനകത്ത് ഉണ്ട്. മൂന്നാമത്തെ മോഡലാണ് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ഇ-കൊമേഴ്സ് മോഡൽ. ഏറ്റവും മനോഹരമായ ഒരു ബിസിനസ് മോഡലാണിത്. കാരണം റെക്കറിംഗ് ആയിട്ട് കസ്റ്റമർ നിങ്ങൾക്ക് പേ ചെയ്യുന്നത് കൊണ്ട് തന്നെ അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടും. ആ ക്യാഷ് ഫ്ലോ നിങ്ങളുടെ സ്ഥാപനത്തെ വളർത്താൻ ഉപകരിക്കും. ബട്ട് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ഒരു ഇ-കൊമേഴ്സ് ചെയ്യുമ്പോൾ ഉള്ളൊരു ചലഞ്ച് എന്ന് പറയുന്നത് കസ്റ്റമറുടെ ട്രസ്റ്റ് കൊണ്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ഉണ്ടാവാൻ നിങ്ങളുടെ ബ്രാൻഡും നിങ്ങളും കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും. നമ്മുടെ ഫ്രഷ് ടു ഹോം അല്ലെന്നുണ്ടെങ്കിൽ ആമസോൺ പ്രൈം, ഇവയൊക്കെ സബ്സ്ക്രിപ്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ബിസിനസ് മോഡലിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ബിസിനസ് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആക്കണം. ഇപ്പം നിങ്ങൾ പാല് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വലിയൊരു ഫാമിൻ്റെ ഉടമയാണെങ്കിൽ ആ ഫാമിലെ ബിസിനസ് മോഡൽ പൊതുവെ പണ്ട് കാലം തൊട്ടേ അതൊരു സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ബിസിനസ് മോഡലായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. ഇതിനെ ഓൺലൈനിലേക്ക് എത്തിക്കുന്ന ഒരു സാധ്യതയാണ് ഈ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ഇ-കൊമേഴ്സ് മോഡൽ. ഒത്തിരി ബിസിനസ്സിന് ഇത് യൂസ് ചെയ്യാം, പക്ഷേ അതിന് വേണ്ട ട്രസ്റ്റ് മാർക്കറ്റിൽ നിങ്ങൾ ആ ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുത്താൽ മാത്രമേ അങ്ങനെയുള്ള ബിസിനസ് മോഡൽ വർക്ക് ചെയ്യുള്ളൂ. നാലാമത്തേത് സോഷ്യൽ കൊമേഴ്സ് ആണ്. സോഷ്യൽ കൊമേഴ്സിൻ്റെ സാധ്യത ഇന്ന് ഒത്തിരി ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് വഴിയൊക്കെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന ഒരു ഫോർമാറ്റിനെയാണ് നമുക്ക് സോഷ്യൽ കൊമേഴ്സ് എന്ന് പറയാൻ പറ്റുന്നത്. വാട്സപ്പ് വഴി ഒത്തിരി ബിസിനസ് ഇപ്പം പുതിയതായിട്ട് വരുന്ന യങ്സ്റ്റേഴ്സ് ഓൺലൈൻ വഴി ചെയ്യുന്നുണ്ട്. ഇതെല്ലാം സോഷ്യൽ കൊമേഴ്സ് എന്ന് പറയുന്ന ഫ്രെയിംവർക്കിനകത്ത് വരുന്നതാണ്. നമുക്ക് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇന്ന് എളുപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡലാണ് സോഷ്യൽ കൊമേഴ്സ്. നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, നമ്മൾ നേരെ പോയി ഒരു ഇ-കൊമേഴ്സ് സൈറ്റും അല്ലെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ മുടക്കി ഒരു സെറ്റപ്പിലേക്കൊക്കെ പോകുന്നതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റാഗ്രാം വഴിയും വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡിയൊക്കെ എടുക്കുക. എന്നിട്ട് ഗ്രാജുവലി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഇ-കൊമേഴ്സ് സൈറ്റിലേക്കൊക്കെ പോവുക. ഇതാണ് സോഷ്യൽ കൊമേഴ്സ്. സോഷ്യൽ കൊമേഴ്സ് ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ പെനിട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ് മോഡൽ. ഈ 4 ഫ്രെയിംവർക്ക് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നിങ്ങളുടെ ബിസിനസ് മോഡലിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ നമ്മളൊരു ഐഡിയ ഉണ്ട്, അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ 4 ഫ്രെയിംവർക്കും മനസ്സിലാക്കി എവിടെയാണോ ആപ്റ്റ് ആകുന്നത് അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യുക.